കണ്ട ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മരച്ചീനി. അപ്പോൾ എനിക്ക് കുറച്ച് മരച്ചീനിയേ ഉള്ളൂ ഞാൻ, കാരണം നമ്മൾ വെള്ളിയാഴ്ച കുറച്ച് മരച്ചീനി മേടിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച നമ്മൾ 1 കിലോ മരച്ചീനി 3 കിലോയ്ക്ക് 100 രൂപ വെച്ച് കിട്ടിയായിരുന്നു. അപ്പം കുറച്ച് വെള്ളിയാഴ്ച എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസാണ് എൻ്റെത്. അപ്പം ഞാൻ ചീനി ഒന്ന് കഴുകി മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ചീനി ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാനൊരു 2 വെള്ളം കഴുകി, ആദ്യത്തെ 2 വെള്ളം കഴുകി അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കണത്. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഇനി വീഡിയോയ്ക്കായിട്ട് ഞാൻ ചെയ്യാം. അത് കഴുകി മാറ്റുവാണ്. 2 വെള്ളം കഴുകി മാറ്റി ഞാൻ. എന്നിട്ടാണ് എപ്പോഴാണ് വീഡിയോ എടുക്കാൻ വെച്ച് ഓടി ഞാൻ വന്നത്, ഇതെടുത്തോണ്ട് ഓടി വന്നത്. അപ്പോൾ നമുക്കിത് കഴുകി മാറ്റാം. എന്നിട്ട് അത് നേരെ ഗ്യാസിലോട്ട് എടുത്ത് വയ്ക്കാൻ പോവാണ് ഞാൻ. രാത്രിയിലൊക്കെ ആകുമ്പോൾ നല്ല രാത്രിയിലൊക്കെ നല്ല ചൂടോടെ കഴിക്കാൻ എന്ത് നല്ല ടേസ്റ്റാണ് അല്ലേ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ കപ്പ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം എന്താ പറയുക, കപ്പ കഴുകൽ ചടങ്ങിലേക്കാണ് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം ഞാൻ കപ്പ അടുപ്പിലേക്ക് വെച്ചിട്ട് കഴുകി അടുപ്പിലോട്ട് വയ്ക്കാൻ പോവാണ് ഗൈസിടും. നമ്മൾ കഴുകി വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനുള്ള അരപ്പൊക്കെ നമുക്ക് ശരിയാക്കണം. അപ്പോഴത്തേക്ക് ഒന്ന് തിളച്ച് കഴിയുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം നമുക്ക് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അരപ്പ് ശരിയാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് കപ്പയും ഇത് നല്ല തീരായിട്ടോ, നല്ല മീൻകറി, മത്തിക്കറി കണ്ടാണ്. സോറി, ഒരു നല്ല ചൂരക്കറി ഉണ്ടാവും. ഇതുകൊണ്ടൊരു പെഴുത്തം പിടിക്കണം. ചൂര 2 ദിവസമായി മേടിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് ആ ചൂരയുണ്ട്, നല്ല കുടമ്പുളി ഇട്ട് വെച്ച ചൂരയാണ് കേട്ടോ. ചൂരയും മത്തിയും കൂടെ വൈകിട്ടാണ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വൈകിട്ടത്തെ ആഹാരം. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ